റിപ്പോർട്ടിലേക്ക് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ചികിത്സാ പിഴവിനെ തുടർന്ന് കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന പല്ലശ്ശന സ്വദേശിനി വിനോദിനി 6 മാസത്തിന് ശേഷം തിരികെ സ്കൂളിലേക്ക്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഇടപെടലിലൂടെ ലഭിച്ച കൃത്രിമ കൈയുടെ സഹായത്തോടെയാണ് വിനോദിനി വീണ്ടും സ്കൂളിലെത്തുന്നത്. അധ്യാപകരും സഹപാഠികളും ചേർന്ന് വിനോദിനിയെ ക്ലാസ് മുറിയിലേക്ക് സ്വീകരിച്ചു. നീറുന്ന വേദനകളും പ്രതിസന്ധികളുമെല്ലാം മറികടന്ന് ചെറുപുഞ്ചിരിയോടെ പല്ലശ്ശന ഒഴിവുപാറ ഗവൺമെന്റ് ALP സ്കൂളിലേക്ക് വിനോദിനി എത്തി. 6 മാസങ്ങൾക്ക് ശേഷം സ്കൂളിലെത്തുന്ന വിനോദിനിയെ സ്വീകരിക്കാൻ MLA കെ ബാബുവും സഹപാഠികളും അധ്യാപകരും കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 24-നാണ് വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെ വീണ് വിനോദിനിയുടെ വലതുകൈക്ക് പരിക്കേൽക്കുന്നത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി. എന്നാൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് ഒക്ടോബർ 1 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് വിനോദിനിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു. തുടർന്ന് 5.5 മാസം നീണ്ടുനിന്ന ചികിത്സാകാലം. മുറിവ് ഭേദപ്പെട്ടെങ്കിലും തന്റെ വലതുകൈ നഷ്ടമായതിന്റെ വിഷമത്തിലായിരുന്നു വിനോദിനി. കൈയില്ലാതെ സുഹൃത്തുക്കളുടെ മുൻപിലെത്താൻ വിനോദിനി മടിച്ചു. ഒടുവിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇടപെട്ടാണ് വിനോദിനിക്ക് കൃത്രിമ കൈ ഘടിപ്പിച്ചത്. 2 ലക്ഷം രൂപ മാത്രമാണ് സർക്കാർ ധനസഹായമായി നൽകിയതെന്ന് വിനോദിനിയുടെ അമ്മ പറഞ്ഞു. വിനോദിനിയുടെ തുടർ പഠനത്തിനായി സർക്കാർ സഹായം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. കുട്ടിയെ ചികിത്സിക്കുന്നതിൽ പിഴവ് സംഭവിച്ച ഡോക്ടർമാർക്കെതിരെ ഉടൻ നടപടി വേണമെന്നും വിനോദിനിയുടെ അമ്മ ആവശ്യപ്പെട്ടു. എൻ്റെ മോളിൽ കയ്യില് നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷെ അതിലൊരു ചെറിയൊരു കേസ് ഇട്ടിട്ടുള്ളൂ. ഇതുവരെയും ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. 2 മാസമായി അവർ നടത്തിയിട്ട് പോയിട്ട്. പക്ഷെ ഇതുവരെ നമുക്ക് ആനുകൂല്യമായിട്ട് ഒന്നും കിട്ടില്ല. എന്തായാലും ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നത് നമുക്ക് ആനുകൂല്യമായിട്ട് കിട്ടില്ല. കാരണം എന്താ പറഞ്ഞാൽ അവരെല്ലാവരും ഒന്നാണ്. ഗവൺമെൻറ് എല്ലാവരും ഒന്നാണ്. അതെ, വാഗ്ദാനം മാത്രമേ ഉള്ളൂ. നമുക്ക് വാഗ്ദാനം തന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് പോയത് നമ്മുടെ മോളുടെ കയ്യല്ലേ പോയിരിക്കണം. നമ്മൾക്ക് ഒരു നഷ്ടം കിട്ടിയിരിക്കണം. പക്ഷെ നമുക്ക് ഇതിന്നും നമുക്കൊരു കിട്ടില്ല, നീതി നമുക്ക് കിട്ടില്ല. വിനോദിനിക്കായി നിർമ്മിക്കുന്ന വീടിന്റെ നിർമ്മാണ പ്രവർത്തികൾ ഉടൻ ആരംഭിക്കും. ന്യൂസ് മലയാളം, പാലക്കാട്.